വെൽക്കം ഗെയ്സ്, ഞാൻ അഖിലേഷ് കുറ്റിയടി. നിങ്ങൾക്ക് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലേക്ക ടോട്ടൽ സ്റ്റേഷനിൽ എങ്ങനെ ഒരു ജോബ് സെറ്റ് ചെയ്യാം എന്നതാണ്. സർവേയർ കോഴ്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ടോട്ടൽ സ്റ്റേഷനെ കുറിച്ച് പഠിക്കാൻ നല്ല അവസരങ്ങൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികം അതിനെ അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ എങ്ങനെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ ടോട്ടൽ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ആദ്യം പരിചയപ്പെടുത്തി തരാം. മെഷീൻ്റെ പ്രധാനപ്പെട്ട ഓൺ ഓഫ് സ്വിച്ചാണ് ഈ റെഡ് കളറിൽ കാണുന്ന സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച്. അതിൻ്റെ അപ്പുറം ഒരു സ്വിച്ച്, കറുത്ത സ്വിച്ച് നിങ്ങൾ കാണുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. പിന്നെ ഈ മെഷീൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് EDM. EDM എന്ന് പറയുന്നത് ഈ ടോട്ടൽ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനുശേഷം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഇത് വെർട്ടിക്കൽ സ്ക്രൂ ആണ്. അതായത് നമ്മുടെ EDM ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ EDM ഇങ്ങനെ വെച്ചതിന് ശേഷം ചെറിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി താഴ്ത്താനോ പൊക്കാനോ വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൂ ആണ് ഈ വെർട്ടിക്കൽ സ്ക്രൂ. അതേപോലെ തന്നെ നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ ചെറിയ രീതിയിൽ ഹൊറിസോണ്ടലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഹൊറിസോണ്ടൽ സ്ക്രൂ. അതിൻ്റെ അടുത്തതായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഈ സ്ക്രൂ ആണ്, ഈ കീ ആണ് നമ്മളുടെ ടിഗർ കീ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പോയിന്റുകൾ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീ ആണ് ഇത്. പിന്നെ പ്രധാനമായിട്ടുള്ള ഈ EDMലെ ടെലസ്കോപ്പാണ്. അതായത് നമുക്ക് ടാർഗറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഫോക്കസ് ചെയ്തെടുക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കാണുന്ന ടെലസ്കോപ്പ്. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ ഈ കാണുന്ന ബബിളാണ്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അടുത്തതായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ഈ ട്രൈബാച്ച് ഏരിയ ആണ്. ട്രൈബാച്ച് ഏരിയയിൽ ഫുഡ് സ്ക്രൂ. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ITIയിൽ നിങ്ങൾ തിയോറിലായിട്ട് ഡംബി ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ട്രൈബാച്ചും ഫുഡ് സ്ക്രൂവിനെ പറ്റിയൊക്കെ കൂടുതലായി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലേസർ പ്ലമറ്റ് ടിൽറ്റ് കറക്ഷൻ എന്നുള്ള ഈ ഒരു ഡിസ്പ്ലേ വരും. ഈ ഡിസ്പ്ലേയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബബിള് എന്താക്കണം, സെൻറ്ററാക്കി ഇൻസ്ട്രുമെൻ്റ് ലെവൽ ചെയ്യണം. നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ മേലെ ഈ നോട്ട്ബുക്കിൻ്റെ ചിത്രമുള്ള ഈ ബട്ടൺ അമർത്തുക. അപ്പോൾ സെറ്റ് ജോബ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ സെറ്റ് ജോബ് എന്നുള്ള ഇവിടെ F1 എന്ന് പറയുന്ന കീയിലാണ് സെറ്റ് ജോബ് ഇരിക്കുന്നത്. അപ്പോൾ F1 അമർത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു ജോബ് ഉണ്ടാക്കണം. അപ്പോൾ ന്യൂ എന്നുള്ള ഈ ഫംഗ്ഷൻ കീൻ്റെ അകത്ത് ഒന്നാമത്തെ കീയിൽ ന്യൂ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതാ ജോബ് സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ പേരടിച്ചു കൊടുക്കാം, എന്തെങ്കിലും ഒരു പേര്. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം TS എന്നൊരു ജോബ് ടൈപ്പ് ചെയ്തു. ആ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ കാണുന്ന ഈ എൻ്റർ കീ പ്രസ് ചെയ്യുക.
അതിന് താഴെ ഓപ്പറേറ്റർ കീ, റിമാർക്സ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് 2-3 ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ പൂരിപ്പിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ഒന്നുകൂടി അമർത്തുക. ഇപ്പോൾ ജോബ് സെറ്റായി. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേഷൻ സെറ്റ് ചെയ്യണം. സ്റ്റേഷൻ സെറ്റപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട് F2 ആണ്. അപ്പോൾ ഇവിടെ താഴെ നോക്കുക F2 അടിക്കാം. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ ഇങ്ങനെ വേറെ മാറി മാറി ഉണ്ടാവും. ഇങ്ങനെ ഓറിയൻറ്റേഷൻ വിത്ത് കോർഡിനേറ്റ്, ഹൈ ട്രാൻസ്ഫർ, റീസെക്ഷൻ, ഹെൽമെറ്റ്, ലോക്കൽ റീസെക്ഷൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് പുതിയൊരു ജോബ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓറിയൻറ്റേഷൻ വിത്ത് ആംഗിളിലാണ്. അപ്പോൾ ഓറിയൻറ്റേഷൻ വിത്ത് ആംഗിളിൽ എത്തിയതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് ആ സ്റ്റേഷൻ ഒരു പേര് കൊടുക്കണം. എന്തായാലും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു ലെറ്റേഴ്സ് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എസ് എന്നുള്ളൊരു ലെറ്റർ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ എൻ്റർ കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ പോയിൻ്റ് ഈ ജോബിൽ ഇല്ല എന്ന് പറയും. കണ്ടിന്യൂ കൊടുക്കാം. അടുത്ത നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ കൊടുക്കണം. അതായത് ENH, ഈസ്റ്റിങ്, നോർത്തിങ്, ഹൈറ്റ്, ഒരു ബെഞ്ച് മാർക്ക് കൊടുക്കണം. ENH എന്നുള്ള ഈ കീയിൽ പ്രസ് ചെയ്യാം. നമ്മളൊരു വാല്യൂ കൊടുക്കുക. 1000, 100 എന്നോ 100, 10 എന്നോ ഏതെങ്കിലും ഒരു വാല്യൂ. ഇനിയിപ്പോൾ നമുക്ക് ഒറിജിനൽ കോർഡിനേറ്റ് അറിയെങ്കിൽ ഒറിജിനൽ കോർഡിനേറ്റ് അടിക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 100, 10 എന്നുള്ളൊരു കോർഡിനേറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മളെന്താക്കും, വീണ്ടും കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ ആ പോയിൻ്റ് സെറ്റായി. അപ്പോൾ ഇത് ഇങ്ങനൊരു പേജ് വരും. അടുത്ത നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റാണ്. അതായത് നമ്മുടെ തറയിൽ നിന്നും ഇൻസ്ട്രുമെൻ്റ് നിൽക്കുന്ന ഹൈറ്റ്, ആ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്തിട്ട് ഇവിടെ അടിച്ചു കൊടുക്കണം. അതായത് തറയിൽ നിന്നും ഈ മിഷ്യൻ്റെ ഇവിടെ കാണുന്ന ഈ ഒരു ഡോട്ടിലെ ഈ ഒരു ലെവൽ വരെയുള്ള അളവായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്തുകൊണ്ടാണ് കറക്റ്റ് ഹൈറ്റല്ല കൊടുക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ഹൈറ്റ് കൊടുക്കണം. 1.60 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പേജ് തന്നെ കാണാം. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ 1, 2, 3, 4 ഓപ്ഷനും കാണാം. അടുത്ത കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കാം. ഇപ്പോൾ എന്തായി, നമുക്ക് ഇങ്ങനെ ഒരു പേജ് വന്നു. അടുത്ത നമ്മൾ എന്താണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ മേലെ പോയിൻ്റ് ID എന്ന് പറഞ്ഞാൽ മേലൊരു സാധനം കാണുന്നില്ലേ, അവിടെ എന്താക്കുക, നമുക്ക് ഈ സർവേയിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു കോഡ് മീൻസ് ഏതെങ്കിലും ഒരു ലെറ്റേഴ്സ്, സാധാരണ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു Q എന്നുള്ളൊരു ലെറ്റർ അടിക്കുക, എൻ്റർ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആംഗിൾ, ഹൊറിസോണ്ടൽ ആംഗിൾ 0 ആക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പസ്, അതായത് ഈ സാധനം കോമ്പസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഈ ഭാഗത്ത് വെക്കുക. എന്നിട്ട് ഏത് ഭാഗത്തോട്ടാണോ ആ റെഡ് സിഗ്നൽ കാണുന്നത് അതിന് സമാന്തരമായിട്ട് ഈ മിഷ്യൻ തിരിച്ച് വെക്കുക. കറക്റ്റ് നോർത്തിലേക്ക് കിട്ടുന്ന പോലെ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഹൊറിസോണ്ടലി 0 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഹൊറിസോണ്ടലി 0. അത് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേയിൽ ഹൊറിസോണ്ടലി 0 ആയിട്ടുണ്ടാവും. HZ = 0. അതിനുശേഷം ഇവിടെ